ഹായ് ഗുഡ് മോർണിംഗ്. നമ്മൾ ക്ലാസ്സിൽ പഠിച്ചത് എന്താണല്ലോ അനിമൽ ബ്രീഡിംഗ് അല്ലേ. ഇതാണ് അനിമൽ ബ്രീഡിംഗ്. അതിൽ തന്നെ ഉണ്ട് ബ്രീഡിംഗ് ബിറ്റ്വീൻ അനിമൽസ്. എന്താ അതിന്റെ ഗെയിം കൊടുത്തിട്ടുണ്ട്? ടു പ്രൊഡ്യൂസ് ബെറ്റർ പ്രോജനി ഹാവിംഗ് ബെറ്റർ ഈൽഡ് ആൻഡ് ബെറ്റർ പ്രൊഡ്യൂസ് അല്ലേ. എന്നുവെച്ചാൽ നല്ല ഈൽഡ് കിട്ടണം, അതിന്റെ ക്വാളിറ്റിയും കൂടണം. രണ്ട് എയിമാണ് നമുക്കുള്ളത്. വാട്ട് ആർ ദ ടു എയിംസ് ഓഫ് അനിമൽ ബ്രീഡിംഗ്? To produce better progeny, having better yield and good quality of the product. അതാണ് animal breeding ന്റെ aim. എന്താണ് animal breeding? It is the mating between superior male and female to produce a superior progeny. അപ്പോൾ superior progeny എന്തുണ്ടായിരിക്കും? superior quality ഉണ്ടായിരിക്കും, ക്വാളിറ്റി ഉണ്ടായിരിക്കും, അളവും കൂടിയിരിക്കും. അല്ല അതാണ് പുസ്തകത്തിൽ പറയുന്നില്ല, എങ്ങനെ പറയാനാണ്. അപ്പൊ വാട്ട് ഈസ് animal breeding എന്ന് ചോദിച്ചാൽ പറയുന്നത് ഇറ്റ്സ് എ mating between superior male and superior female to produce a superior progeny. നമ്മുടെ വീട്ടിലിപ്പോ ഒരു രണ്ട് പശുക്കളുണ്ടെന്ന് വെച്ചോളൂ. ഒന്ന് 10 ലിറ്റർ പാല് തരും, മറ്റൊന്ന് 8 ലിറ്റർ പാല് തരും. ഒരു കാളയുണ്ടെന്ന് വെച്ചോളൂ. നിങ്ങൾ ആരൊക്കെ വീടുകളുടെ അടുത്ത സന്താനങ്ങൾ ഉണ്ടാക്കും? 8 തരുന്നതിനാണോ 10 തരുന്നതിനാണോ? 10 തരുന്നതിനാണ്. കാരണം നമുക്ക് അടുത്ത പ്രോജനി നന്നാവണം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് സുപ്പീരിയർ ക്വാളിറ്റി ഓഫ് പ്രോജനി? സുപ്പീരിയർ ഈൽഡ്, ദാറ്റ് ഈസ് ഹൈ ഈൽഡ്. ആൻഡ് ഈൽഡായി കിട്ടുന്ന വസ്തുവിന്റെ ക്വാളിറ്റി നന്നാകണം. ശരിയല്ലേ? നിങ്ങൾ വസ്തുവിന് ക്വാളിറ്റി ഉണ്ട്. അരി ഞാൻ പറഞ്ഞ ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് റേഷനറി കിട്ടുമ്പോൾ 45 50 രൂപ കൊടുത്ത് നിങ്ങൾ മറ്റ് ബ്രാൻഡഡ് അരി ഒക്കെ വാങ്ങുന്ന എന്തിനാണ്? 2 കിലോ അരിയാണല്ലോ. അതിന് ടേസ്റ്റ് കൂടും. 1000 രൂപ വിലയുള്ള ബസ്മതി അരിയൊക്കെ ഉണ്ട്. 1 കിലോക്ക് 1000 രൂപ വരെയുള്ള ബസ്മതി അരിയുണ്ട്. എന്തിനാ? ബിരിയാണി ഉണ്ടാക്കാൻ. എന്നാ സാധാ 1 രൂപയുടെ അരി പോലെ പോരാ, നല്ല ക്വാളിറ്റി ടേസ്റ്റ് മനസ്സിലാക്കി. ഞാൻ കാര്യത്തിൽ പോകാം. ഈ പടം നോക്കി. അനിമൽ ബ്രീഡിംഗ് പലതരത്തിൽ പഠിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടാണ്. അതിന് 2 തരത്തിലേക്ക് എന്താണ്? ഒന്ന് ഇൻബ്രീഡിങ്, മറ്റൊന്ന് ഔട്ട് ബ്രീഡിങ്. പൻബ്രീഡിങ് 2 തരത്തിലേക്കും ഇൻബ്രീഡിങ് എന്നും ഔട്ട് ബ്രീഡിങ്. എന്താണ് ഇൻബ്രീഡിങ്? ഇൻബ്രീഡിങ് എന്ന് ഞാൻ പറയാം. ഇറ്റ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ മോർ ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം വിച്ച് ഹാവ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ. എന്താണ് ബ്രീഡിങ്? ഇറ്റ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ മോർ ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം വിച്ച് ഹാവ് ancestors have a common ancestor up to 4 to 6 generation. അതായത് 4 മുതൽ 5 തലമുറ മുന്നോട്ട് പുറമോട്ട് എടുത്താൽ അവയെല്ലാം തന്നെ വളരെ ക്ലോസ് റിലേഷൻ ഉള്ള ആൾക്കാരായിരിക്കും. മനസ്സിലായി? എന്ത് ക്ലോസ് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങൾ സ്വാഭാവികമാണ് പ്രക്രിയ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞ ശേഷം എക്സ്പ്ലനേഷൻ പറയുന്നത് മനസ്സിലാവും. വാട്ട് ഈസ് ഇൻബ്രീഡിംഗ്? ഇറ്റ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ more closely related organisms which have common ancestor up to 4 to 6 generation എന്നാണ്. ഓക്കെ, അത് മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഇൻബ്രീഡിംഗ് മനസ്സിലാക്കാൻ വേണ്ടി കഥ ഞാൻ പറയാം. ഒരു എക്സാമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇതൊരു കർഷകന്റെ തൊഴുത്താണ്. ഇത് കർഷകന്റെ തൊഴുത്താണ്. അവിടെ ഒരു ബ്രീഡിലുള്ള പശുക്കൾ നിൽപ്പോൾ ഏതാണ്? ജേഴ്സി ഇനത്തിൽപ്പെട്ട കന്നുകാലിയാണ് അത് വളർത്തുന്നത്. ആ തൊഴുത്തിനകത്തായിട്ട് ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു പശു ഒരു കാളയും മനസ്സിലാക്കുക. ഓക്കെ, സോ ഒരു കർഷകന്റെ തൊഴുത്ത്, അയാളുടെ തൊഴുത്തിൽ ഒരു കാളയും പശു ഉണ്ട്. രണ്ടും ജേഴ്സി ഇനത്തിൽപ്പെട്ടതാണ്. അത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അതിന്റെ പൂർവികരായിട്ടൊന്നും അയാൾക്ക് അറിയത്തില്ല. അയാൾ 2 പശുവിന് ഒരു കാളയും പശുവിനെ വാങ്ങിക്കൊണ്ട് തൊഴുത്തി കെട്ടി കർഷകൻ. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ഇണ ചേർത്തു. കാളയും പശു ഉണ്ടെങ്കിൽ പിന്നെ ഇണ ചേർക്കുകയാണ്. ഇണ 1ാം തലമുറ ഉണ്ടാക്കി F1. 1ാം തലമുറ ഉണ്ടാക്കി F1. 2 പശുക്കുട്ടി ഒരു കാള. ഓക്കെ, അത് വലുതായപ്പോ അത് വീണ്ടും അതിനെ തമ്മിൽ ഇണയർത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തായിട്ട് നോക്കിയപ്പോൾ ഞാൻ ഇത് കാണുമ്പോൾ 2 പശുവും ഒരു കാളയും കിട്ടുന്നു. ഇതിന് 10 ലിറ്റർ പാല് കിട്ടുന്നു. 10 ലിറ്റർ പാല് കിട്ടുന്നു. ഇതിന് 8 കിട്ടുന്നുള്ളൂ. എന്ത് ചെയ്യാ അയാള്? അതിന് 10 സെലക്ട് ചെയ്തു. സോ സുപ്പീരിയറിനെ സെലക്ട് ചെയ്തു അല്ലേ. അപ്പൊ അതിനെ തമ്മിൽ ഇണയർത്തത് 3 കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു. അത് F2 ജനറേഷൻ ഉണ്ടാക്കി. അത് നോക്കിയപ്പോൾ കാണാം ഒരെണ്ണത്തിന് 12 ലിറ്റർ കിട്ടി, മറ്റേതിന് 10 കിട്ടുന്നുള്ളൂ. അപ്പൊ അതിനകത്ത് ആരെടുത്തു? 12 ലിറ്ററിനുള്ള തള്ളയും ഒരു പശു പാളയും നിലനിർത്തി. അതാണ് F3 ജനറേഷൻ. അവിടെ 3 കുട്ടി ഞാൻ സംഘത്തിൽ എഴുതുകയാണ് കേട്ടോ. എപ്പോഴും ഇങ്ങനെ 3 കുട്ടി ഉണ്ടാവണം, അത് 2 പശു ഒരു കാളയാവണമെന്നില്ല. ഞാൻ എക്സാമ്പിൾ പറയാം, പോസിബിലിറ്റി ഉണ്ട്. അത് നോക്കിയപ്പോൾ ഒരു പശുവിന് 15 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്, മറ്റേതിന് 12 കിട്ടുന്നുണ്ട്. സോ ആയിട്ട് ആരെടുത്തു? 15 ലിറ്റർ എടുത്തു. എന്നിട്ട് അതിന്റെ അടുത്ത തലമുറ ഉണ്ടാക്കി F4. F എന്ന് പറഞ്ഞാൽ ഫിലിയൽ അല്ലെ, 4th ജനറേഷൻ ഉണ്ടാക്കി. നോക്കിയപ്പോൾ ഇതിന് 18 ലിറ്റർ പാല് കിട്ടുന്നു, ഇതിന് 15 ഉള്ളൂ. സ്വാഭാവികമായിട്ട് ആരെ എടുക്കും? 18 എടുക്കും.
അങ്ങനെ എന്തുണ്ട് 5th ജനറേഷൻ ഉണ്ട്. അത് ചെയ്യാൻ സാധ്യത കാര്യമാണ്. ഓക്കെ, ഇതിനകത്ത് ഈ ക്രോസ് എന്ന് ചിന്തിച്ചു നോക്കി. ഈ F4 എന്ന് പറഞ്ഞ ക്രോസിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഞാൻ ആരെ കണ്ടാണ് മെയിൻ ടീച്ചർ? കർഷകൻ, ഒരു പശു, ഒരു കാള അല്ലേ? ശരിയല്ലേ? ഈ പശുവും കാളയുടെ അച്ഛനും അമ്മയും ആരാണ്? സെയിം. ഈ പശുവിന്റെ ഈ കാളയുടെ അച്ഛനും അമ്മയും സെയിം. അതിന്റെ മുൻ തലമുറ എടുത്തവരുടെ അച്ഛനും അമ്മയും ബ്രദേഴ്സ് ആണ് അല്ലേ? ഒരു പേരന്റിന്റെ ആണ് അല്ലേ? അപ്പൊ ഇവര് രണ്ടും ബ്രദേഴ്സ് ആണ്, സിസ്റ്റർ ആണ്. ഇതും ബ്രദേഴ്സ്. അതിന് തലമുറ എടുത്ത ബ്രദർ സിസ്റ്റർ ആണ്. അതിന് തലമുറ എടുത്തപ്പോൾ അറിയാമില്ല. അപ്പൊ ഇവിടെ എന്താ ചെയ്തത്? ഈ മേറ്റിനെയാണ് ഇൻബ്രീഡിംഗ് എന്ന് വിളിക്കുന്നത്. ദിസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ ടു ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം. ആരാണ്? സിസ്റ്ററും ബ്രദറുമാണ് അല്ലേ? ഹാവിംഗ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ ഉണ്ട്. അതിന്റെ അടുത്ത തലമുറ അതിന്റെ തലമുറ എല്ലാം തന്നെ കോമൺ ആൻസിസ്റ്റർ ആണ്. ശരിയല്ലേ? 4 മുതൽ 5 തലമുറ 6 തലമുറ പിന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ അവയുടെ എല്ലാം പേരൻസ് എല്ലാം തന്നെ ക്ലോസ് റിലേറ്റഡ് ആണോ? എല്ലാം ആണ്. കാരണം എല്ലാം സിസ്റ്റർ ബ്രദർ റിലേഷൻ ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ മേറ്റിംഗ് ചെയ്ത് വിളിക്കാം ഇൻബ്രീഡിംഗ്. സിമ്പിൾ അല്ലേ? ഇനി ഞാൻ രണ്ടു ഒന്ന് പറയാൻ ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ ടു ക്ലോസ് റിലേറ്റഡ് ഓർഗാനിസം. കണ്ടോ? സിസ്റ്റർ ബ്രദറുമാണ്. ക്ലോസ് റിലേറ്റഡ് ഹാവിംഗ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ ഉണ്ട്. മുൻ തലമുറയൊക്കെ എടുത്തോളൂ. ഇതിന്റെ മുൻ തലമുറ ഇത് 2, 3 ഇതെല്ലാം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം എന്താണ്? ഇവയെല്ലാം തന്നെ ക്ലോസ് റിലേറ്റഡ് ഓർഗാനിസം ആണ്. അവരുടെ പേരൻസ് എല്ലാം തന്നെ ക്ലോസ് റിലേറ്റഡ്. ഇവരുടെ പേരൻസ് സിസ്റ്റം ബ്രദറാണ്, അവരുടെ പേരൻസ് സിസ്റ്റം ബ്രദറാണ്, അതിന്റെ പേരൻസ് സിസ്റ്റം ബ്രദറാണ്. ഇങ്ങനെ ക്ലോസ് റിലേറ്റഡ് ഓർഗാനിസം ആണ്. അതുകൊണ്ട് നമുക്ക് വിളിക്കാം ദിസ് മേറ്റിംഗ് ഈസ് കാൾഡ് ഇൻബ്രീഡിംഗ്. ശരിയല്ലേ? മനസ്സിലാക്കാൻ പാടൊന്നുമില്ലല്ലോ. സോ വാട്ട് ഈസ് ഇൻബ്രീഡിംഗ്? ഇറ്റ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ ക്ലോസ് റിലേറ്റഡ് ഓർഗാനിസം ഹാവിംഗ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ. മിഷൻ കഴിഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനി അങ്ങനെ എന്റെ പ്രോജനെ വിളിക്കാണ് ഇൻബ്രെഡ്. പിന്നെ കോമൺ ആൻസിസ്റ്റർ ആയതുകൊണ്ട് അവർ 2 ബ്രീഡ് ആയിരിക്കുമോ? ഒരിക്കലും ആയിരിക്കത്തില്ല. ഒരേ ബ്രീഡ് തന്നെ അല്ലേ? ജെഴ്സി എന്ന ഇനത്തിൽപ്പെട്ട ഒരേ ബ്രീഡിലുള്ള ബിലോങ് ടു സെയിം ബ്രീഡ് എന്ന് പറയേണ്ട കാര്യമില്ല. കോമൺ ആൻസിസ്റ്റർ ആണല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാം എന്താണ്? ദിസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ മോർ ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം ബിലോങ് ടു സെയിം ബ്രീഡ് എന്ന് ചേർത്തോളൂ. തെറ്റുണ്ട്. ബിലോങ് ടു സെയിം ബ്രീഡ് ഹാവിംഗ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത് എന്താണ് ഇൻബ്രീഡിംഗ്? ദിസ് എ മേറ്റിംഗ്. ഇത് എങ്ങനെയാണ് എഴുതാൻ? ദിസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ മോർ ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസം ബിലോങ് ടു സെയിം ബ്രീഡ് ഹാവിംഗ് കോമൺ ആൻസിസ്റ്റർ അപ് ടു 4 to 6 ജനറേഷൻ and the progeny is called inbred. ഇതുപോലെ കാണാൻ പറ്റില്ല. ഈ പടം മനസ്സിലുണ്ടെങ്കിൽ ഒരു പാടില്ലല്ലോ. ഓക്കെ, അടുത്തത്. അപ്പം അനിമൽ ബ്രീഡിംഗ് നമ്മൾ രണ്ടായിട്ട് അറിയാം. ഒന്ന് ഇൻബ്രീഡിംഗ്, മറ്റൊന്ന് ഔട്ട് ബ്രീഡിംഗ് അല്ലേ? ഇൻബ്രീഡിംഗ്, ഔട്ട് ബ്രീഡിംഗ്. ഇനി ഔട്ട് ബ്രീഡിംഗിലേക്ക് പോകും. ഔട്ട് ബ്രീഡിംഗ് 3 തരത്തിലുണ്ട്. ഒന്ന് ഔട്ട് ക്രോസിംഗ്, മറ്റൊന്ന് ക്രോസ് ബ്രീഡിംഗ്, മറ്റൊന്ന് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഔട്ട് ബ്രീഡിംഗിന്റെ 3 തരം എന്താണ്? എ ഔട്ട് ക്രോസിംഗ്, ബി ക്രോസ് ബ്രീഡിംഗ്, സി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇത് മനസ്സിലായ വാക്കിൽ പറയാൻ വളരെ എളുപ്പമാണ്. ഇത് നോക്കിയാൽ നിങ്ങൾ ഇതും ജേഴ്സിയാണ് ഇതും ജേഴ്സിയാണ് അല്ലേ? ഇപ്പൊ രണ്ടും ഒരേ ബ്രീഡാണ്. പക്ഷെ ഇതിലൊരു ബന്ധമുണ്ടോ? ഈ ജേഴ്സി ഇപ്പം ഇതൊരു കർഷകൻ, അപ്പുറത്തെ വീട്ടിലൊരു കർഷകൻ നിൽക്കുന്നു, അതിൽ ഒരു ഇതൊരു കർഷകൻ, അടുത്ത വീട്ടിലെ കർഷകന് തൊഴുത്താണ്, അവിടെ നിൽക്കൊണ്ട് ജേഴ്സി തന്നെയാണ്. ആരാണ്? ഒരു പശുവും കാളയുണ്ട്. ഈ കാളയെ ഈ പശുവായിട്ട് കയറുകയാണ്. ഇവര് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒന്നുമില്ല. ഇവരെ ഇപ്പൊ തമിഴ്നാട്ടിൽ അടുത്ത വീട് നോക്കുന്ന സംശയം വരാം. തമിഴ്നാട്ടിൽ കൊണ്ട് ഇത് തമിഴ്നാട്ടിലെ എന്തോ കർഷകന്റെ തൊഴുത്താണെന്ന് വെച്ചത്. ഇത് കേരളത്തിലെ കർഷകൻ, ഇത് കേരളം, ഇത് തമിഴ്നാട്. ചുമ്മാ എക്സാമ്പിൾ പറയാം. അപ്പൊ കേരളത്തിലുള്ള ഈ പശുവിനെ കൊണ്ട് തമിഴ്നാട്ടിലെ കാളായിട്ട് രണ്ടും ജേഴ്സിയാണ്, ഒരേ ഇനമാണ് അല്ലേ? അപ്പോൾ കിട്ടിയ പ്രോജനി ഈ പശു അതിലെ കാള എങ്ങനെയാണ്? ഔട്ട് ക്രോസ്. ദാറ്റ് ക്രോസിംഗ് ഈസ് കാൾഡ് ഔട്ട് ക്രോസിംഗ്. അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നിങ്ങൾ ഔട്ട് ക്രോസിംഗ്? സിമ്പിൾ. is a mating between superior male and superior female belong to same breed which have no common ancestor up to 4 to 6 generation. അവയ്ക്ക് 4-5 തലമുറയായിട്ട് യാതൊരു ബന്ധമില്ല. നമുക്ക് എന്ത് പറഞ്ഞാൽ is a mating between superior male and female which are unrelated belong to same breed. അങ്ങനെ പറയാം. ബന്ധമില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. 4 തലമുറയായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ബന്ധമില്ലെന്ന് പറയാം അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയുന്നത് what is outcrossing? It is a mating between unrelated male and female belong to same breed. Simple അല്ലേ? ഒറ്റ കാര്യമുള്ളൂ. It is a mating between unrelated male and female belong to same breed.
നമ്മളല്ലേ വാട്ട് ഈസ് ഔട്ട് ക്രോസിംഗ് ഈസ് എ മേറ്റിംഗ് ബിറ്റ്വീൻ അൺറിലേറ്റഡ് മെയിൽ ആൻഡ് ഫീമെയിൽ ബിലോങ് ടു സെയിം ബ്രീഡ്. കാരണം ഒരു ബന്ധം തമിഴ്നാട്ടിലേക്കാണ്, ഇവിടെ കേരളത്തിലാണ്, ഒരു ബന്ധവുമില്ല അല്ലെ. ഇനി ബന്ധമല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, 4 തലമുറയ്ക്ക് മുന്നോട്ട് വരുന്നുള്ളൂ. അങ്ങനെ പുസ്തകം പറയുന്നുണ്ട് ഹാവിംഗ് നോ കോമൺ ആൻസിസ്റ്റർ അപ് ടു 4th to 6th ജനറേഷൻ. ഇവിടെ കോമൺ ആയിരിക്കണം, ഇവിടെ കോമൺ ആയിരിക്കും. So this is a mating between superior male and female belong to same breed which have unrelation. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ is a mating between unrelated male and female belong to same breed. ഒരേ ബ്രീഡ് പെട്ടായി. അങ്ങനെ എന്ത് പറയും? ഇത് ജേഴ്സി, ഇത് സ്വിസ് ബ്രൗൺ, മറ്റൊരു വെറൈറ്റി ആണ് അല്ലെങ്കിൽ മറ്റൊരു ബ്രീഡാണ്. അവിടെ എന്ത് ചെയ്യുന്നു? മേറ്റ് ചെയ്യണം, മെയിൽ ഫീമെയിൽ മേറ്റ് ചെയ്യണം അല്ലേ. അതിനെ വിളിക്കുന്നതാണ് ക്രോസ് ബ്രീഡിംഗ്. How you define that? Is a mating between male and female belong to different breed. അപ്പൊ നമ്മൾ ഈ ബ്രീഡിംഗ് ഏതെത്താലും സുപ്പീരിയർ തന്നെ സെലക്ട് ചെയ്യൂടെ, അതുകൊണ്ട് നമുക്ക് എവിടെ ചേർക്കാം? സുപ്പീരിയർ ചേർക്കാം. Is a mating between superior male and superior female belong to different breed. ഒന്ന് ജേഴ്സി ആണ്, മറ്റൊന്ന് സ്വിസ് ബ്രൗൺ ആണ്. Belong to different breed and the progeny is called cross bred. Cross breeding വഴി കിട്ടിയത് cross bred, ഔട്ട് ക്രോസിംഗ് വഴി കിട്ടിയത് ഔട്ട് ക്രോസ്, ഇൻബ്രീഡിംഗ് വഴി കിട്ടിയത് ഇൻബ്രെഡ്. പേര് വഴി എളുപ്പമാണ്. ഇത് നോക്കിയത് രണ്ടും ഒരേ ബ്രീഡാണ്, പക്ഷെ ഇതോ 2 ബ്രീഡാണ്. സ്വാഭാവികമായിട്ടും പ്രോജനിക്ക് എന്ത് കാണും? 2ന്റെ സ്വഭാവം കാണും. ഒരു നാടൻ പട്ടി ഒരു പോമറേനെ നമ്മൾ ഇണയർത്താൽ കുട്ടി നാടനായിരിക്കും പോമറേനായിരിക്കും, 2ന്റെ സ്വഭാവം ചേർന്നത് അല്ലേ, സങ്കരം. ഇംഗ്ലീഷ് ആണ് ഹൈബ്രിഡ്. സോ ദ പ്രോജനി ഓഫ് ക്രോസ് ബ്രീഡിംഗ് വിൽ ബി എ ഹൈബ്രിഡ്. ഫ്രണ്ട്സൊക്കെ ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഹൈബ്രിഡ് പ്രോജനി. ഇതെല്ലാം കൊടുത്തേക്കും. സിമ്പിൾ അല്ലേ? ഇത് ഈ പടം മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. നിങ്ങൾ പടം മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരും. മനസ്സിലായി? ഇനി അടുത്ത നോക്കി ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. എന്താണ് ഇന്റർസ്പെസിഫിക്? സാധാരണ ഒരു സ്പീഷീസിലുള്ള 2 മൃഗങ്ങൾ നമ്മൾ ഒരിക്കലും ഇണചേരാറില്ല. പൂച്ചയും പട്ടിയും ഇണചേരുമോ? ഇല്ല. പട്ടിയും പിന്നീട് പശുക്കളുമായിട്ട് ഇണചേരുമോ? ഇല്ല. ഒന്നുമില്ല. ഒരു പ്രകൃതിയിൽ ഒരു കൂട്ടിനകത്ത് അടച്ചിട്ടാൽ പോലും there is no sexual relationship between 2 species അല്ലേ. എന്നാൽ പ്രകൃതിയിൽ അങ്ങനെ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് കുതിരയും കഴുതയും തമ്മിലൊരു മീറ്റിംഗ്. കുതിരയും കഴുതയും കൂട്ടിലിട്ട് കഴിഞ്ഞാൽ അവ രണ്ടും ഏകദേശം ഒരേ റിലേറ്റഡ് സ്പീഷീസ് ആയതുകൊണ്ട്, പക്ഷെ 2 സ്പീഷീസ് ആണ്, റിലേഷൻ ഉള്ളതാണ്. ഇതിപ്പോ നമ്മൾ പറഞ്ഞ പട്ടിയും ചെന്നായും രണ്ടാണെങ്കിൽ റിലേറ്റഡ് ആണ് അല്ലെ. എലിയും കീരിയും 2 സ്പീഷീസ് ആണെങ്കിൽ റിലേറ്റഡ് ആണ്. മനസ്സിലായി? അതേപോലെ റിലേറ്റഡ് സ്പീഷീസ് ആണ്, 2 സ്പീഷീസ് ആണ്. അതുകൊണ്ടാണ് 2 സ്പീഷീസ് തമ്മിലുള്ള മീറ്റിംഗുകൾക്കാണ് ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ. ഇന്റർസ്പെസിഫിക് 2 സ്പീഷീസുകൾ തമ്മിൽ, ഇന്റർനാഷണൽ രാജ്യങ്ങൾ തമ്മിൽ അല്ലെ. ഇന്ത്യയും ചൈന തമ്മിൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഇന്റർനാഷണൽ വിളിക്കും. ഇന്ത്യക്കകത്ത് കേരളവും തമിഴ്നാടും കളിക്കുന്നത് ഇന്റർനാഷണൽ ആണ്. അപ്പൊ ഇന്റർ മീൻസ് ഇൻ ബിറ്റ്വീൻ. ഇവിടെ നോക്കുക, ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ മീൻസ് 2 സ്പീഷീസ് തമ്മിലുള്ള ഹൈബ്രിഡൈസേഷൻ. ഏതാണ്? ഹോഴ്സും ആസും. ഉണ്ടാകുന്ന പേരാണ് മ്യൂൾ. പോവർ എഴുതാന്ന് പറയും. അതൊരു ഹൈബ്രിഡ് ആയിരിക്കും അല്ലെ. നിങ്ങളൊരു ഹൈബ്രിഡ് ആണ്. ഇതാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ 3 steps of outbreeding? Outcrossing, crossbreeding, interspecies, hybridization. അതല്ലേ ഈ ചാർട്ട് പഠിച്ച വളരെ ഈസി അല്ലേ. ഞാൻ ഒന്നുകൂടെ ഓടിച്ച് പറയാം. നിങ്ങൾ ഇപ്പോൾ തന്നെ വരച്ച് ഈ പടം ഇതുപോലെ വരച്ചേക്കണം. ഒരു പാടുള്ളതല്ല, ഇങ്ങനെ വരച്ചു. അപ്പൊ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. 4 6 ജനറേഷൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, അനിമൽ ബ്രീഡിംഗ് എന്ന് പറയുന്നത് മേറ്റിംഗ് ബിറ്റ്വീൻ superior male and female animals. And it's aim to produce a superior progeny with high yield and disease resistant and അതും പറയാം, high yield and disease resistant and increased quality of the products and will produce. Then animal breeding നെ നമുക്ക് 2 തരത്തിലിരിക്കാം, ഇൻബ്രീഡിംഗും ഔട്ട്ബ്രീഡിംഗും. What is inbreeding? Is a mating between superior male and female belong to same breed which have common ancestor to 4th to 6th generation and the progeny is called inbred. Then outbreeding can be defined as outbreeding is a mating between superior male and female belong having outcrossing, crossbreeding or interspecies hybridization. അങ്ങനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ ഔട്ട്ബ്രീഡിംഗ് എന്താണെന്ന് വെച്ചാൽ ഔട്ട്ബ്രീഡിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മേറ്റിംഗ് ബിറ്റ്വീൻ superior male and female belong to same breeder and different species such as outcrossing, crossbreeding, interspecies hybridization. അങ്ങനെ പറയണം അല്ലേ. ഇത് 3 ചേർത്ത് പറയേണ്ടി വരും. എവിടെയും ചോദിച്ചാൽ നമ്മൾ പറയണം ഔട്ട്ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ അത് superior male ഫീമെയിലും തമ്മിൽ മേറ്റ് ചെയ്യുന്ന മുതലാണ്. അതിനകത്ത് 2 ഒരേ ബ്രീഡുകൾ തന്നെയാകാം, ഡിഫറെന്റ് ബ്രീഡുകൾ തന്നെയാകാം, ഡിഫറെന്റ് സ്പീഷീസ് തമ്മിലും ആകാം. ഒരേ ബ്രീഡുകൾ തന്നെയാണെങ്കിൽ അതിനെ ഔട്ട് ക്രോസിംഗ് എന്നും, ഡിഫറെന്റ് ബ്രീഡുകൾ തമ്മിലാണെങ്കിൽ അതിനെ ക്രോസ് ബ്രീഡിംഗ് എന്നും, ഡിഫറെന്റ് സ്പീഷീസ് ആണെങ്കിൽ അതിനെ ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്നും വിളിക്കും എന്ന് പറയുകയും ഇനി ഇതിലെല്ലാം ഡിവിഷൻ കൊടുക്കുകയും ചെയ്യണം അല്ലെ. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഔട്ട് ബ്രീഡിംഗ് എന്താണെന്ന് ചോദിക്കത്തില്ല, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഓഫ് ഔട്ട് ബ്രീഡിംഗ് എന്ന് ചോദിക്കത്തുള്ളൂ. എന്നിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയത്തുള്ളൂ. മനസ്സിലാകും? വാട്ട് ആർ സ്റ്റെപ്സ് ഔട്ട് ബ്രീഡിംഗ്? ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ്, ഇന്റർസ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ.
Define each one. Outcrossing is a mating between superior male and female which are unrelated, belong to same breed. The progeny is called outcross. It is not a hybrid because both are the same breed. Okay. What is crossbreeding? It is a mating between superior male and female belong to different breed, and the progeny is called a crossbred, and it will be a hybrid. Today male aga female aga adondu koduttirikkunnu. Then the specific hybrid is a mating between male and female belong to different breed. In nature, an example is a production of mule from horse and ass. Okay. അല്ലേ വരച്ചു വെച്ചോളൂല്ലോ, വായിക്കാമല്ലോ. ഞാൻ വായിക്കാണ്. നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഡിഫറൻറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇത് വായിക്കാം. വീണ്ടും നമ്മൾ പിന്നീട് വായിക്കാം. ഇതൊരു ചാർട്ടായി ഒന്ന് വായിക്കണേ. ഓക്കെ, മേക്ക് എ ചാർട്ട് ലൈക്ക് ദിസ്. ചാർട്ടായി വരച്ചോണ്ട് എഴുതാം. ജസ്റ്റ് അനിമൽ ബ്രീഡിംഗ്. Inbreeding, outbreeding, progeny, inbred. Cuma ini. Outbreeding yang mulaku, dan outcrossing, crossbreeding. Interspecies hybridization. The outcross value progeny P is outcross. The progeny is hybrid. Progeny is new. Hybrid. Okay. തയ്യാറാക്കാമല്ലോ. ഞാൻ ജസ്റ്റ് വരച്ചതേ ഉള്ളൂ, ഹെൽപ്പിന് വേണ്ടി. ഇങ്ങനെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുക. ഇനി ഓരോന്നിനെ കുറിച്ച് പഠിക്കാം. ആദ്യം വാട്ട് ഈസ് ഇൻബ്രീഡിംഗ്? ഇൻബ്രീഡിംഗ് ഒരു ഡീറ്റെയിൽ പഠിക്കാം. വാട്ട് ഈസ് ഇൻബ്രീഡിംഗ്? It is a mating between superior male and female belong to same breed having common ancestors up to 4 to 6.